ഷോ, ഈ പട്ട് ഏത് സെലക്ട് ആക്കണോന്ന് എന്നെ അറിയുന്നില്ല. എല്ലാം നല്ല രസമുണ്ടല്ലേ കാണാന്. അതാ എടുത്ത് ഞാനും ആലോചിക്കുന്നത്. ഇതിന്ന് ഇപ്പൊ ഏതെടുക്കൂന്നാ ഞാൻ വിചാരിക്കുന്നത്. എടി ഇതൊന്ന് നോക്കിയേ എങ്ങനെയുണ്ടെന്ന്. ആ, ഇത് കൊള്ളാം എടുത്തമ്മ. എടുത്തമ്മയുടെ കയ്യില് ഇതുപോലത്തെ കളറൊന്നും ഇല്ലല്ലോ അല്ലേ? ആ അതെടി. അപ്പൊ ഞാൻ ഇതെടുക്കുന്നത്, നീ വേറൊരെണ്ണം സെലക്ട് ആക്ക. ചേട്ടാ, ഈ സാരിക്ക് എത്രയാ? ഇതിന് 900 മാഡം. 900? 900 നല്ലോണം കൂടി ചേട്ടാ. എങ്കിലേ 800 തന്നാൽ മതി മാഡം. 500 രൂപയിൽ ഒരു പൈസ ഞങ്ങൾ കൂട്ടിത്തരില്ല. ആ ശരി മാഡം, 500 എങ്കിൽ 500. എടി നീ ഒന്ന് സെലക്ട് ആക്ക പെട്ടെന്ന്, നിനക്കൊന്നും എടുക്കണ്ടേ? എടുത്ത് ഞാനും അതാ നോക്കുന്നത്. എനിക്ക് ഏതെടുക്കണോന്ന് അറിയുന്നില്ല. മാഡം, ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ പോയി, ആരും കാണുന്നില്ലല്ലോ. അപ്പുറത്തെ വീട്ടിലൊന്നും ആൾക്കാരില്ലേ? ഞങ്ങളുടെ അടുത്ത നാട്ടിലെ ഉത്സവമാണ്, അതുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് പോയിട്ടുണ്ട്. ഓ അതെയോ, അപ്പൊ നിങ്ങൾ എന്താ പോവാത്തെ? ഞങ്ങൾ പോയാൽ പിന്നെ വീട്ടിൽ ആരുമില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന്. എടി ഈ പിങ്ക് ഒന്ന് നോക്കിയേ. ഈ പിങ്ക് നല്ല രസമില്ലേ കാണാൻ? അയ്യോ, കള്ളൻ കള്ളൻ, ഓടി വരണേ കള്ളൻ. ചേച്ചി, ഇനിയിപ്പൊ നാട്ടുകാരെ വിളിച്ചിട്ട് എന്താ കാര്യം? ആരുമില്ലല്ലോ ഇവിടെ, നമ്മൾ മാത്രല്ലേ ഉള്ളൂ. അത് ശരിയല്ലോ, ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എടി നിനക്കെന്താ മാല പോയപ്പോ വട്ടായോ? അത് നിന്റെ ചേട്ടൻ ഈയിടക്ക് ഗിഫ്റ്റ് തന്ന മാലയല്ലേ? ഗിഫ്റ്റ് തന്ന മാല ഒക്കെ തന്നെയാ, പക്ഷെ അത് സ്വർണ്ണല്ല. ചേട്ടൻ തന്ന സ്വർണ്ണ മാലയില്ലേ, അത് ഇതിനിടയിൽ പോയിട്ട് ഞാൻ ബാങ്കിൽ വെച്ചായിരുന്നേ. അപ്പം അതുപോലെയുള്ള ഒരു മാല ഞാൻ ഫാൻസി കടയിൽ നിന്ന് പോയിട്ട് വാങ്ങിച്ച് 150 രൂപയ്ക്ക്. ആ മാലയാ കള്ളൻ അടിച്ചുകൊണ്ട് പോയത്. 150 രൂപയുടെ മാല പോയാലെന്താ, നമുക്ക് 2000 3000 രൂപേൻ്റെ സാരി കിട്ടിയില്ലേ? ഇനി വിഷുവിനും അത് കഴിഞ്ഞിട്ടുള്ള ഓണത്തിനും ഒന്നും നമുക്ക് ഡ്രസ്സ് എടുക്കണ്ട, അത്രമാത്രം ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. ഐ